വിമലേ, എന്താ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഹരീന്ദ്രനാ. അല്ല, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോ ഹരിയേട്ടൻ തിരിച്ചു പോയില്ലായിരുന്നോ? ഞാൻ നാളെ തിരിച്ചു പോകും. ഓ, ഞാൻ കരുതി പോയെന്ന്. നീ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിന് മറുപടി തരാതെ പോകാൻ പറ്റുമോ? എന്ത് കാര്യം? എന്നോട് ക്ഷേത്രനടയിൽ വെച്ച് പറഞ്ഞ കാര്യം മറന്നോ? അത് നമ്മുടെ വിവാഹം മുടങ്ങിയതോടെ അൾഷിമേഴ്സ് ബാധിച്ചു തനിക്ക്. സാരമില്ല, ഏട്ടൻ്റെ സർജറി കഴിഞ്ഞു ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. കഴിഞ്ഞു. സർജറിക്ക് കാശ് എന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നോട് ഇവിടെ വെച്ച് ചോദിച്ചത് ഓർമ്മയില്ലേ വിമലയ്ക്ക്? ഉണ്ടാവും. ഞാൻ ആരോടെങ്കിലും സഹായം ചോദിച്ചെങ്കിൽ അത് ഹരിയേട്ടനോട് മാത്രമായിരിക്കും. സർജറി കഴിയുന്നത് വരെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അതുകൊണ്ടൊന്നും ഓർമ്മയില്ല. ഞാനിന്ന് വിമലയെ വിളിക്കാണ്ടിരിക്കുകയായിരുന്നു. 2 കൂട്ടുകാരോട് സംസാരിച്ച് കാശ് റെഡിയാക്കിയിട്ടുണ്ട്. എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി. ഇനി അതിന്റെ ആവശ്യമില്ല. വിസ്മയ എവിടെന്നെങ്കിലും റോൾ ചെയ്താണെങ്കിൽ കൊടുക്കാൻ ഞാൻ. വേണ്ട. കുഴപ്പമില്ലെന്നേ, ആ കാശ് ഞാൻ നാളെ എത്തിച്ചേരാം. പെട്ടെന്ന് തിരിച്ചു കൊടുക്കണ്ട. വേണ്ടി വന്നാൽ ഞാൻ പിന്നീട് അറേഞ്ച് ചെയ്തോളാം. ഇനി എന്തായാലും വേണ്ട. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചോദിച്ചു പോയതാ. എന്തായാലും സംഘടിപ്പിച്ചല്ലോ, സന്തോഷം. വിമലയ്ക്ക് ഒരു തരത്തിൽ സന്തോഷം തരാനോ സഹായിക്കാനോ എനിക്ക് പറ്റിയില്ല. അതിൽ സങ്കടപ്പെടണ്ട. സഹായം പറ്റാനും സന്തോഷിക്കാനും അത് കിട്ടേണ്ട ആൾക്കൂടെ ഭാഗ്യം വേണ്ടേ? എന്റെ നിർഭാഗ്യം ഹരിയേട്ടന്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ച് നാളെ തിരിച്ചു പൊക്കോളൂ. നാളെ തിരിച്ചു പോയാലും വിമലയെ ഞാൻ വിട്ടുപോയില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, മനസ്സുകൊണ്ട് എന്നെ ഞാൻ വിമലയെ എൻ്റെ പങ്കാളിയാക്കിയതാ. വിമല ശരിക്കും എന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് തോന്നുന്നു. ഇത് നല്ലതിനാണ്. അകലെന്ന് തോന്നുമ്പോഴാണ് അടുത്ത് കിട്ടാനുള്ള ആഗ്രഹം വർദ്ധിക്കുക. അല്ല, വിമല ഒന്നും പറഞ്ഞില്ല. പറയുന്നതിനേക്കാൾ സുഖം ചിലതൊക്കെ കേട്ടു നിൽക്കുന്നതിനല്ലേ? വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ആരെങ്കിലും പറഞ്ഞു വിട്ട് എൻ്റെ അമ്മയെ ചെന്ന് കാണാൻ പറയണം. അമ്മയെ എതിർത്ത് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു തീരുമാനമായാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞെത്തും. നാളെ ഞാൻ പോകുന്നതിന് മുമ്പ് എത്തിയാൽ അത്രയും നല്ലത്. ഞാൻ വീട്ടിൽ സംസാരിക്കാം. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ കൈയൊന്ന് കോർത്ത് പിടിച്ചോട്ടെ? കൊച്ചൊരാഗ്രഹമാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.